പുതിയ സുഖം പ്രകാശ്. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ വണ്ടി ഇതാ ഇതിലെല്ലാം നമ്മൾ പോകുന്നത്. കാറിലാണ് പോകുന്നത്. കാറവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡീസലും അതുപോലെ എയറൊക്കെ അടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് ഫില്ലാക്കി നേരെ പാലക്കാടെത്തി ഇവിടെ ചായവടിക്കൊരു പൂതി. അങ്ങനെ നമ്മൾ മുഹബത്ത് കാട്ടി ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഒരു സമൂസയും അതും, അതായത് കട്ടൻ ചായയിൽ കുറച്ച് മിൻറ്റും കായക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി നല്ല ഫ്ലേവറാണ്, അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ പെരുമണത്തിയപ്പോൾ അവിൽ മിൽക്ക് കുടിക്കുക. ഇത് വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിൽ മിൽക്ക് കുടിക്കൽ പതിവാണ്. അപ്പോൾ അവിൽ മിൽക്ക് കുടിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നേരെ യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു ലോറിയും ഒരു ദിവസം കൂടി ഇടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആർക്കും വലിയ പരിക്കൊന്നുമില്ലെന്ന് വിചാരിക്കണം. അത് കഴിയുമ്പോൾ നമ്മളങ്ങനെ നേരെ നമ്മുടെ യാത്ര തുടങ്ങി. ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇതിനേക്കാളും ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് കഴിഞ്ഞ് 4 മണി. ഇപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്കടയിൽ കയറുന്നു. അവിടെ നല്ലൊരു കോഫിയും കടികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ നേരെ നാട് കാണിച്ചൊരു നാട് കാണിച്ച് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 6 മണി ടൈം നമുക്ക് 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ജയ്സൊക്കെ പോകുന്ന വഴിക്ക് ആന ഇറങ്ങുന്നുള്ള ബോർഡൊക്കെ കാണാനുണ്ട്. ഏകദേശം നമ്മൾ നാടുകാണി ടൗണൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ അവക്കാടോളം ഇങ്ങനെ കുറേ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമ്മൾ ഒരു പൂതി കണ്ട് ഇതൊക്കെ വാങ്ങിക്കട്ടിരുന്നു. ഇതിങ്ങനെ എനിക്കൊരു ടേസ്റ്റ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷെയ്ക്ക് അടിച്ച് കുടിക്കണം. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് ബ്യൂട്ടികളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഓസ്ട്രേലിയ സാധനമൊക്കെ വാങ്ങി കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ നേരെ യാത്ര തിരിച്ചു. പിന്നീട് നമ്മൾ ഇനി പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോകുന്നത്. റോഡരികിൽ മാഞ്ഞ മീനുണ്ടോ? പോലെ മാന്. അങ്ങനെ നമ്മളിതാ ബന്ദിപ്പൂർ ഫോറസ്റ്റുകൾ പോയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്ത് കൂടി നമ്മൾ പോകണം. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ കർണാടക ക്രോസ് കയറി കർണാടകയിലേക്ക് കൂടെ പോകും. അറിയാം മാൻകേട്ടുകളായിട്ട് കണ്ട് നമ്മളെ അടിപൊളി യാത്ര എങ്ങനെ തുടങ്ങി. നമ്മൾ അടുത്തൊരു ആനനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടി ആനയായി നോക്കുന്നില്ലല്ലോ ആള്. അവിടെ അത്യാവശ്യം വലിപ്പമുണ്ട്. തിരിഞ്ഞ് നമ്മുടെ ആളെ തിരിഞ്ഞ് വലിപ്പമുണ്ട് കേട്ടാ. ആന്റെ മേലെ ഒരു മയിലിരിക്കും നോക്ക്. ഓ സീൻ തന്നെ. നമ്മൾ വീടൊരു ആണിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി മൈസൂരിലേക്ക് പോകുന്ന ബാംഗ്ലൂർക്ക് പോകുമ്പോഴൊക്കെ ഈ വഴി വന്നാൽ അങ്ങനത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇല്ല കാണാം. സദാ നോക്കൂ മാൻകൂട്ടുന്നത്. ഒരു കാട്ടുപോത്ത്. അടിപൊളി കാട്ടുപോത്ത്. എത്രയിലുണ്ടാവും സാധാരണ പറയും? ഇതിപ്പോ ചോറൊന്നും ഉണ്ടാത്തോണ്ട് ഒരു 550 രൂപ അല്ലേ? വേറെ മറക്കണ്ട. അപ്പൊ രാത്രി ആകുമ്പോഴേക്കും ഉണ്ടാവും. വീട്ടിൽ ഇതേപോലത്തെ പോത്തുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ അല്ലേ? കണ്ട വയറെ പൊട്ടി കിടക്കുന്നുണ്ടോ? അത് ശരിയാണ്. പാവം കഞ്ഞിയും വെള്ളമില്ലാണ്ട് അലിയല്ലേ. അത് കണ്ടോ? എന്നെ നോക്ക്. അത് കണ്ടോ? നല്ല കുരുമുളകും. അത് നോക്ക്, അത് നോക്ക്. നല്ല കുരുമുളകും നല്ല മറ്റേ മുളകും ഇതൊക്കെ ഇട്ട് നല്ല പൊരിച്ചെടുത്താണ്ടല്ലോ. പൊളി സാധനമാണ്. നല്ല ഗ്രേവി വെച്ച് പുറത്തുനിന്ന് പഠിക്കാൻ നല്ല സാധനം. നോക്ക്, കുരുന്നുള്ള സാധനം അല്ലേ? എന്താ സാധനം? ഇനി നമുക്ക് ആനനെ കാണാം. എവിടെ ആന? അതെ. ഓ നല്ല സൈസ് പെണ്ണാണ്. അതിന്റെ മേലെയൊക്കെ ആണോ ഒരു ഗുരുവിളിക്കുന്നത്? തിരി വന്നിരും. ആ വേണേ. കൊമ്പിട്ടിട്ടോ അല്ല സാധനം.
ആനയോട് ബായ് പറഞ്ഞ് നമ്മൾ യാത്ര പോവാണ്. നമ്മള് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിൽ വന്നതാണ്. പക്ഷെ കാഴ്ചകൾ ഈ സമയത്ത് ഇവർ വന്നില്ല. നൈറ്റ് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വന്നപ്പോ കിട്ടിയ കാഴ്ചകൾ അടിപൊളി ഷാറ്റുകള് അതുപോലെ പോയി ഒറ്റക്കയില്ല. അപ്പുറത്ത് മാന്. അപ്പൊ തന്നെ നമ്മൾ ഈ വഴിക്ക് ഈ ഒരു ടൈമിലൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ല മാന് അതുപോലെ ആന എല്ലാ കാര്യങ്ങളും കട്ടുപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ വന്നപ്പോ ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാട്ടുപോത്തിന് കാണിച്ചു തരാം. നല്ല അടിപൊളി വിഷലായിട്ട് ഞാൻ കാണിച്ചു തരാം. കാട്ടുപോത്തിനെ കാണില്ല പറയണ്ടതാ. 4 ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കി നോക്കി. നല്ല മുളക് പൊടി. നിങ്ങൾക്ക് ഇതിലും മുളക് പൊടിയാണ്. ഇത് മുളക് പൊടിയല്ല. നല്ല പീസാക്കിട്ട് പടച്ച നല്ല ടേസ്റ്റ് നോക്ക്. വേറെ കുറെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അടിപൊളി ലൊക്കേഷൻ, എന്താ പറയാ, അടിപൊളി വൈബായിട്ട് നല്ല ചുറ്റും മരങ്ങളും മലകളൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിലുള്ളവരുടെ പക്ഷേ ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ല. നമ്മൾ പുറത്ത് പോയി കണ്ടു. ബംഗളൂരു ഇറങ്ങിപ്പോണ്ട്. അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. മെയിൻ വേണ്ട കാട്ടുപോത്ത്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേഗം പോവാം. നമ്മളിപ്പോൾ തമിഴ്നാട് കർണാടക ബോർഡറിലാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ടൈമാണ്. മാൻചാകര ഞാൻ പറഞ്ഞു നല്ല മുളക് കത്തിക്കണം പറഞ്ഞത്. നിങ്ങളുടെ ഈ മുളക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടാ. മാൻചാകര എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് മാൻചാകര. സാധനം പറഞ്ഞു സാധനം എത്രണ്ണം വേണം? 1.5 കിലോ 100. 1.5 കിലോ 100 തമ്മിക്കൂട്ടെ. അതിന് കാവലായിരിക്കുന്നു. കാട്ടു പന്നി ഗൈസ്. ഇനിയിപ്പോ അതിനെ കണ്ടില്ല വേണ്ട. കൂട്ടമാന് പറയില്ലേ അത് ഒരു സാധനം എന്താണ് എന്താ ഈ കാടിനെ കുറിച്ച് പറയാനുള്ളത്? കാട് പറഞ്ഞത് കാടാണ്. കാട് വീടാവില്ലല്ലോ. വീട് പക്ഷെ കാടിനുള്ള ആൾക്കാരെ വീടാക്കണം. വന്നത് എക്സ്പീരിയൻസ് മുതലായോ? നമ്മളെ മകട്ടെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നീ 2 വാക്ക് പറയേ. അടിപൊളിയായിട്ടാ. സൂപ്പർ. അതാ ഞാനേ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. ഇരുട്ടായതുകൊണ്ട് കൊമ്പൊക്കെ ഉണ്ട്. അതാ ഉണ്ടല്ലേ. 2 ഉണ്ട്. അപ്പുറത്തൊരെണ്ണമുണ്ട്. സമയം ഇരുട്ടായി. ചാവടിക്ക് അവിടെ നിൽക്കാൻ കാട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മൈസൂരെത്തി. മൈസൂർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുന്നില്ല. ഫുഡ് കഴിക്കാൻ ഹോട്ടൽ അതുകൊണ്ടിരിക്കുക. നല്ല ഹോട്ടലൊന്നും കിട്ടാനില്ല. പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ബാംഗ്ലൂർ എത്തിയത്. മെട്രോപോലൊക്കെ തുടങ്ങിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. അവരൊക്കെ ഉറക്കത്തിലാണ്. ആരെയും വിളിച്ചില്ല. ഒറ്റയ്ക്ക് ചായ കുടിച്ച് നൈസായിട്ട് അങ്ങനെ വൈബ്. കറുവാപ്പയില കൊണ്ടുപോകുന്നുണ്ടല്ലേ. നമ്മളിവിടെ എത്തി. ബാംഗ്ലൂർ എത്തി. മാർക്കറ്റിലാണ്. മാർക്കറ്റും ഗൈസ്. പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ കറുവാപ്പയില മല്ലിക്കറിയൊക്കെ തക്കാളി വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. തോന്നിക്കുക ആവശ്യം